ഇന്ന് ഞാൻ വളരെയധികം സന്തോഷിച്ച ഒരു ദിവസത്തിലത്തെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ. ഞാൻ പഠിച്ച എൻ്റെ സ്കൂള് GPS ഒളരിക്കര, നേഴ്സറി തൊട്ടിട്ട് 7ാം ക്ലാസ് വരെ ഇവിടെയാണ് കേട്ടോ പഠിച്ചത്. അപ്പോൾ അന്ന് കൂടെ പഠിച്ച കുറേ കൂട്ടുകാരൊക്കെ ആയിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നാളായി ഇങ്ങനെ പ്ലാൻ ചെയ്യണു, നമുക്ക് എല്ലാവർക്കും മീറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ മീറ്റ് ചെയ്ത ദിവസമാണ് കേട്ടോ അന്ന്. കൂടെ ഞങ്ങളുടെ ടീച്ചേഴ്സിനെയും ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹെഡ് മാഷും ഉണ്ടായിരുന്നു, ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ. ഇവരൊക്കെ ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് ചിരിച്ച് നടന്ന സ്കൂളിൻ്റെ മിറ്റാണ് കേട്ടോ. ആ ഓപ്പോസിറ്റ് കാണുന്നിടത്തും കുറേ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. പക്ഷേ പഴയ ഞങ്ങളുടെ സ്കൂളിലത്തെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയുണ്ട്. ഞങ്ങളുടെ സ്റ്റേജിലായിരുന്നു കേട്ടോ പരിപാടി. ഈ സ്റ്റേജിൽ എന്തോരം ഡാൻസും പാട്ടൊക്കെ കളിച്ചിട്ടുണ്ടെന്ന് അറിയോ, അതൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ സ്റ്റേജിലായിരുന്നു ഞങ്ങൾ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ ഭാഗങ്ങളും വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. ഈ വീഡിയോയിൽ കുറേ സ്ഥലത്തെ ഓഡിയോസൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നും. അതായത് നല്ല ബഹളമായിരുന്നു, എല്ലാവരും കൂടെ കുറേ നാൾ കഴിഞ്ഞ് കണ്ടതല്ലേ. അപ്പോൾ എല്ലാവരും എന്തൊക്കെയൊക്കെയോ വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഓഡിയോൻ്റെ ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് വരാം. പക്ഷേ ഇത് സൗണ്ട് ഇല്ലാണ്ട് മ്യൂട്ടാക്കിയിട്ട് നിങ്ങളെ കേൾപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഞങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ പിന്നീട് അതൊരു ഓർമ്മയായിട്ട് നിൽക്കണം. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഓഡിയോയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണേ. പരിപാടി 4 ഘട്ടമാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തത്. ഒന്നാമത്തെ ഘട്ടം എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് നമ്മളുടെ അനിയന്മാർ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അവർക്ക് നമ്മൾ യൂണിഫോമിന് പൈസ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ കൊടുത്തു, പ്രിൻസിപ്പളിനെ ഏൽപ്പിച്ചു. നമസ്കാരം. മൈക്ക് പിടിക്കുമ്പോൾ ചെറുതായിട്ട് ഒരു തറയിലുണ്ട് കേട്ടോ. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം, ഒരുപാട് വർഷത്തെ ഇവിടെ ഓരോരുത്തരും വന്ന് ഇങ്ങനെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുമ്പോൾ ഒരുപാട് ആഗ്രഹത്തോട് കൂടിയിട്ട് ഞാനിങ്ങനെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സും കൂടി ഒന്നിങ്ങനെ കൂടണം. പറയാനൊന്നും ചോദിക്കാം. പക്ഷേ ഞങ്ങളെ
നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ തന്നെ പലരും 33-34 വയസ്സായ ആൾക്കാരായിരിക്കും. അപ്പൊ ഇത്രയും കാരണം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ ആണല്ലോ 7ാം ക്ലാസ്സിലേക്ക് 12-12 വയസ്സ് കൂടി കഴിഞ്ഞാൽ ഏതാണ്ട് എത്ര വയസ്സായി കഴിഞ്ഞിട്ടുണ്ട്. അല്ലേ? ഈ സന്ദർഭത്തിൽ നിങ്ങൾ തെരഞ്ഞെടുത്ത കൂടിച്ചേർന്ന് ആ കുട്ടികളെ ആദ്യമായിട്ട് നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. എതിർക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ നമ്മള് ക്ലാസ് മുറികളിലൊക്കെ ഇങ്ങനെ ഇരുന്ന് എന്താ പറയാ ഒരു മുഷിഞ്ഞ് ഉള്ള നമ്മുടെ ആ ഒരു പ്രയാസങ്ങളൊക്കെ 2 കുട്ടികളാകുമ്പോ മൂത്തൊരു കണ്ടാണ് എന്റെ മോൻ 36 വയസ്സുകാരനാണ്. ഞാൻ എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നു ആൻസി വിളിച്ചപ്പോ ഒരു വാഗമൺ ട്രിപ്പിൽ ഒരു ജീപ്പൊക്കെ പറഞ്ഞ ആക്സിഡന്റ് പറ്റി ഇങ്ങനെ മറന്ന് കിടക്കണല്ലോ. അപ്പൊ ഞാൻ വന്ന് വേഗം പോകുന്നുണ്ടാന്ന് പറഞ്ഞിരുന്നു. നമ്മളെല്ലാവരും പോയിരുന്നു. പക്ഷെ കിട്ടിയത് സെക്കൻഡ് ബാച്ച് ജീപ്പിൽ പിന്നെ നിങ്ങൾ മക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ചെറിയ ക്ലാസ്സിലെ ഓരോരുത്തരും അപ്പൊ നമ്മളെ ഷീബ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ പൊലിച്ച് നടക്കുമ്പോൾ നമ്മളെ മത്സരിച്ച് ഞങ്ങൾക്ക് തന്നെ ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും പറയല്ല, നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷെ നിങ്ങൾ ഈ നന്ദി കാണിച്ചത് മാനസങ്ങട്ടിരി മാനസതിരി നിങ്ങളുടെ ഈ വിദ്യാർത്ഥി സംഗമത്തോടൊപ്പം തന്നെ ഞങ്ങൾ ഈ പൂർവ്വ അധ്യാപകരെ കൂടി ഉൾപ്പെടുത്തിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ സ്കൂളിൽ ജോലി ചെയ്താലും ഒളരിക്കര സ്കൂളാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നത്. കാരണം വളരെ കൊല്ലങ്ങൾ ഇവിടെ ജോലി ചെയ്തു. ഞങ്ങൾ റോഡുകൾ നടന്നു പോകുമ്പോൾ തന്നെ ഓട്ടോറിക്ഷയിൽ ഇരുന്നത് ടീച്ചറെ ഒരു കടയിൽ ചെന്നാലും നിങ്ങളെ ഓരോരുത്തരും ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഞങ്ങളുടെ മനസ്സിലെ സന്തോഷം ഇത്രയും കൊല്ലമായിട്ടും നിങ്ങൾ ഞങ്ങളെ മറന്നില്ലല്ലോ. മനസ്സിലായി. പിന്നെ ഇവിടെ വന്ന് വളരെ സന്തോഷം. ഞാൻ ആദ്യം കിട്ടാതെ തോന്നുന്നില്ല. ഇവിടെ വന്നിട്ട് പേര് വിളിക്കാനില്ലല്ലോ. എന്തായാലും എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷം. നിങ്ങളെ കാണാൻ വേണ്ടി ഇത്രയ്ക്ക് കാലം കടക്കുമല്ലോ. ഇത്രയ്ക്ക് വലുതായപ്പോഴേക്ക് എന്നൊക്കെയാണ് തോന്നിയത്. എനിക്ക് സന്തോഷം എങ്ങനെ പറയാന്ന് അറിയുന്നില്ല. ഇനിയും നേരത്തെ ആശംസിക്കുന്നു. ഇതുപോലെയുള്ള നന്മകള് ഇനിയും നിങ്ങളിൽ നിന്നുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തൊക്കെ പറയാൻ ഉള്ളിൽ എനിക്ക് പറയാൻ പറ്റില്ല. ഈ കാര്യമായിട്ടൊന്നും പറയാനില്ല. ഇതിലെ നിങ്ങളുടെ ബാച്ചിലെ 2 മക്കള് കല്യാണം കഴിയത്തുണ്ടെന്ന് പറയില്ലേ. ഇതേപോലെ തന്നെ ഇതാണ് പയ്യൻ
ആ ചേച്ചി ഞങ്ങളുടെ കഞ്ഞി കൂടി സംസാരിക്കും. അതന്നെ എന്ത് പിള്ളേരെ കാലത്ത് കഞ്ഞിപ്പയറും കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാ. കഞ്ഞി കുടിക്കാൻ പട്ടികാലം ഇവിടെ. അന്ന് കാലത്തൊക്കെ ഇവരൊക്കെ ഓടി വരും കയ്യിൽ പിടിക്കാനും കൊണ്ടേക്കാനും കൊണ്ടുപോകാനൊക്കെ. ഇന്നത്തെ കുട്ടികൾക്ക് സാമ്പാറ് ഉപ്പേരി അന്ന് കഞ്ഞിപ്പയർ കൊണ്ട കുട്ടികൾക്കൊന്നും ആ സ്നേഹം ഇന്നില്ല. പഴയ സ്നേഹങ്ങള് ഇല്ല. എന്ത് പഞ്ചാര പായസം വെച്ച് കൊടുത്താലും ഞങ്ങൾക്ക് വേണ്ട. സനില സനില എന്നറിയോ എല്ലാവർക്കും? ഇല്ല ഞാന് ഒമാനിലാണ്. ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വന്നത്. അവിടെ വർക്ക് ചെയ്യുന്നു. ഇന്ത്യൻ സ്കൂളില് KG സെക്ഷനിൽ വർക്ക് ചെയ്യുന്നു. 2 മക്കളുണ്ട്. മോളിപ്പോ +1ലേക്ക്, മോള് grade 3. കല്യാണം കഴിച്ചു കൊടുത്തേക്കുന്നത് കൈത്തറി അടുത്താണ് അരിമൂലം. ഇന്നത്തെ പ്രയർ തന്നെ പഠിക്കാൻ പറ്റ അറിയുണ്ട്. അവിടെ നിന്നൊരു പാട്ട് പാടി ഉണ്ടായിരിക്കുക. മാനത്ത് നോക്കിയിട്ട് ഏത് പാട്ട് നിൽക്കോ ഏത് പാട്ടായിരുന്നു അല്ലേ? അടുത്തത് സജിൻ. സമയത്ത് അമ്മയുണ്ടായിരുന്നു. അമ്മയ്ക്ക് പറയാനായിരുന്നു ഇപ്പോഴും സത്യാണ്. എൻ്റെ പേര് ആൻസി, എല്ലാവരും അറിയാം. പിന്നെ എനിക്ക് പടി വേണം, എനിക്ക് പടിയില്ല. ഞാൻ പറയുന്നത് കേട്ടോ. എൻ്റെ പേര് മാനസ. എൻ്റെ പേര് ശ്രുതി. എല്ലാവർക്കും അറിയോ എനിക്കറിയില്ല. എല്ലാവരും എന്നെ ഫ്രൂട്ടീന്ന് വിളിച്ചോ. ഏറ്റവും സന്തോഷം ശരി എല്ലാവർക്കും എന്താ അറിയാം. പലരും ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ വന്നത്. അപ്പോൾ പലരും ഫോട്ടോസ് പറഞ്ഞപോലെ ആരും മനസ്സിലാക്കിയത് അവർക്ക് വിഷമാവുന്ന ഗ്രൂപ്പിൽ പേഴ്സണലായിട്ട് ജോലി ചെയ്തത് ചിലരുടെ ഞാനിപ്പോ താമസം തുടരുകയാണ്. എന്റെ പേര് നയന. അവിടെ പോയിരിക്കണം 3 പിള്ളേരാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് നമ്മളിവിടെ ആയി നിൽക്കുന്നതിന് മെയിൻ ആയിട്ടുള്ള പില്ലേഴ്സ് എന്ന് പറയുന്നത് ഇവരൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം. നിമിഷ. എന്റെ പേര് നിമിഷ. സല്ലന്റെ തല ആരാ
അടുത്ത വാക്കിൽ നന്ദി പറയുന്നു. പിന്നെ പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. ഇപ്പൊ വരാൻ മനേഷ് വരുന്നുണ്ടെന്ന് പറയുന്നത്, അതുപോലെ തന്നെ നിഷാദും വരുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പൊ അവര് എത്തുന്നു പറയുന്നു. നമുക്ക് നോക്കാം. അങ്ങനെ ടീച്ചേഴ്സിന് മൊമെൻ്റ് കൊടുക്കലും പരിചയപ്പെടലും വർത്തമാനം പറയലും വിശേഷം ചോദിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ അങ്ങോട്ട് സംസാരവും ബഹളവും ഫോട്ടോ എടുക്കലും, എവിടെ തിരിഞ്ഞാലും ഫോണുകളും ക്യാമറകളും മാത്രം, ഫോട്ടോ എടുക്കലിൻ്റെ പരിപാടി. അപ്പോൾ അതിലൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടിയിട്ടോ എല്ലാവരും കൂടെ. അപ്പോഴത്തേനും ലഞ്ചിനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ലഞ്ചൊക്കെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പ്രിപ്പയർ ചെയ്ത് മീൻസ് നമ്മളവിടെ നിന്ന് കൊണ്ടുവരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ടീച്ചേഴ്സിനെ കൊണ്ട് അവിടെ മരം നടിക്കാൻ കേട്ടോ. ചെമ്പകമരാണെന്ന് തോന്നുന്നു. ടീച്ചേഴ്സ് 1-2 മരം അവിടെ നട്ടിരുന്നു. കണിക്കൊന്ന, ചെമ്പകം, അങ്ങനെയുള്ള മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുകയാണ്. സ്കൂളിൽ ഞങ്ങളുടെ ഓർമ്മയ്ക്ക് ഇനി വരുന്ന സമയത്ത് മരമൊക്കെ വലുതായി കാണുമ്പോൾ കാണാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയയിൽ അവിടെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കോർഡിനേറ്റ് ചെയ്തിരുന്ന ആൾക്കാർ കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ ഇങ്ങനെ കണ്ടവിടെ നിന്നു. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഒരുപാട് സന്തോഷിച്ച ദിവസമാണ് കേട്ടോ. ഇവരെയൊക്കെ കാണാൻ എത്ര കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയോ. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചിലപ്പോൾ ഫോട്ടോസൊക്കെ കാണും ചിലരുടെ. അങ്ങനെ ചില വിശേഷങ്ങൾ അറിയുന്നല്ലാതെ കുറേ നാളുകളായിട്ട് ആരായിട്ട് അങ്ങനെ കോൺടാക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് നമ്മൾ ഈ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. പിന്നെ അത് ഭയങ്കരമായിട്ട് ആക്റ്റീവായി ഓരോരുത്തരായിട്ട് ആഡായി. പിന്നെ ഇന്നും അവിടെ കളിയും ചിരിയും ബഹളവും അടിയും ഇടിയും എല്ലാം നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഞങ്ങളുടെ സ്കൂളിലെ ഗ്രൂപ്പ്. അപ്പോൾ അതിൽ കൂടെ നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുത്തു, എല്ലാവരും കൂടെ മീറ്റ് ചെയ്യണം എന്നുള്ളത്. ശരിക്കും ഞാനൊരു തീരുമാനം എടുത്തപ്പോൾ എനിക്ക് പോകാൻ പറ്റുമോയെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. പോകാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്തോ എല്ലാ സാഹചര്യം ഒത്തു വന്ന് പോകാൻ തീരുമാനിച്ചു. പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആ ദിവസം ആവാനുള്ള വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഓടി. അപ്പോൾ ഈ മരമൊക്കെ ടീച്ചേഴ്സ് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നഴ്സറി തൊട്ടിട്ട് 7ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചപ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ പഠിച്ച ക്ലാസ് മുറികളാണ്. ഇവിടെ ഞാനിവിടെ 5ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇപ്പോൾ അവിടെ കുട്ടികൾ ഓരോന്ന് ചെയ്തു വെച്ചിരിക്കുന്ന കാണുമ്പോഴൊക്കെ ഞങ്ങൾ ഓർമ്മ വരാം. ഇതെൻ്റെ ചങ്ക് ഫ്രണ്ട് റിമീനിയാണ് കേട്ടോ. ഇത് സനില, റീന, മാനസ, ശ്രുതി, കുറേ ആൾക്കാരുണ്ട് കേട്ടോ. പറഞ്ഞ തീരാത്ത അധികം ആൾക്കാർ ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരും ഫ്രണ്ട്സാണ്. എല്ലാവരും ഒരു വട്ടെങ്കിലും ഒരു ക്ലാസ്സിൽ ഒന്നിച്ച് മാറി മാറിയൊക്കെ പഠിച്ച് വരും കേട്ടോ. നമ്മൾ ഓരോ ക്ലാസ് ചേഞ്ച് ആവുന്ന സമയത്ത് ഓരോരുത്തരും മാറി മാറി വരുന്നതുകൊണ്ട് അറിയാത്ത ആൾക്കാരൊന്നും ഇല്ല. പിന്നെ ബോയ്സിനെയാണ് പിന്നെയും പരിചയക്കുറവ്. അവരൊക്കെ മുഖച്ചായ മാറിയോണ്ട് പിന്നെയും പിടികിട്ടാത്തത് അവരെയാണ്. പക്ഷേ ഗേൾസ് എല്ലാവരും എന്താ പറയുക, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവേണ്ട ഇന്ന ആളാണ് എന്നൊക്കെ. അപ്പം നമ്മളൊരു ഗ്യാങ്ങാണ് കേട്ടോ. എല്ലാവരും കൂടെ അപ്പോൾ വർത്താനൊക്കെ പറഞ്ഞ് കുറേ സന്തോഷിച്ചു. അങ്ങനെ ഒരു നല്ല ദിവസമായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. എടി ഇങ്ങനെ കാണുമ്പോ നമ്മള് പണ്ടെല്ലാരും ഇരുന്ന് ഫുഡ് കഴിച്ച പോലെ ഓർമ്മ വരാ. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിരിഞ്ഞു പോകാനായിട്ട്. അപ്പോൾ പോകുന്ന സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കോർഡിനേറ്റേഴ്സ് നമുക്ക് ഒരു മൊമെൻ്റം പോലൊരു ഗിഫ്റ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരികെ എന്നൊക്കെ എഴുതിയിട്ട് ചെറിയൊരു ട്രോഫി പോലെ. അപ്പോൾ അത് ഓരോരുത്തർക്കും കൈമാറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെയും ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു, തമാശകൾ പറഞ്ഞു, കളിച്ച് ചിരിച്ചു. ചിലർ പാട്ട് പാടി, ഞാനും പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാട്ടൊക്കെ പാടി കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പിന്നെയും കുറേ ആൾക്കാരെ കണ്ടു. കുറേ ഫോട്ടോസ് എടുത്തു, കുറേ വീഡിയോസ് എടുത്തു. അങ്ങനെ നമ്മൾ പിന്നെ എല്ലാവരും കൂടെ പിരിയാനായിട്ടോ. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു പരിപാടി വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒത്തുകൂടാൻ പറ്റുന്നത് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഗ്രൂപ്പിൽ കൂടെ നമ്മൾ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പരിപാടി ഇവർ സെറ്റാക്കി അത് എത്രയും പെട്ടെന്ന് തന്നെ ഇവർ നടപ്പാക്കി. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും കൂടെ വന്ന് ഒത്തുചേർന്നു, എല്ലാവരെയും കണ്ടു, കുറേ വിശേഷങ്ങൾ പറഞ്ഞു, കുറേ എന്താ പറയുക കളിച്ചു. ഇങ്ങനെ ഒരു നിമിഷം പിന്നെയും എൻ്റെ ജീവിതത്തിൽ വരുന്നത് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല.
അത് ഞങ്ങൾ പഠിച്ച സ്കൂളിൽ വെച്ചിട്ട് തന്നെ ഇവരെയൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, 7ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, അല്ലെങ്കിൽ നേഴ്സറിയിൽ പഠിപ്പിച്ച ടീച്ചേഴ്സ് തൊട്ടിട്ട് 7ാം ക്ലാസ് വരെ പഠിപ്പിച്ച ടീച്ചേഴ്സിലൊക്കെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു പരിപാടിക്ക്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കാണുക, വിശേഷങ്ങൾ അറിയുക എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും സ്വപ്നത്തിൽ പോലും ഇങ്ങനെ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല. പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനത്തിൽ നമുക്ക് ഇതുപോലെ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അതെന്നും നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. അങ്ങനെയാണല്ലേ. അപ്പോൾ നമ്മളങ്ങനെ ഓരോരുത്തരായിട്ട് പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരല്ലേ തിരിച്ച് വീട്ടിലെത്തണമല്ലോ. അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങി പിന്നെയും കുറേ കളിച്ചും ചിരിച്ചും ശരിക്കും പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ നമുക്ക് നമ്മളെ കാത്തിട്ട് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പിരിഞ്ഞ് പോവാണ് കേട്ടോ. പക്ഷെ പിന്നെ നമ്മളെല്ലാവരും ഗ്രൂപ്പിൽ പിന്നെയും കണ്ടുമുട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ എന്താ പറയുക കളിയും ചിരിയും വർത്താനൊക്കെ. പക്ഷെ നേരിട്ടിട്ട് കണ്ടിട്ടല്ല എന്ന് മാത്രം. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം അല്ലേ.